തിരുവോണത്തലേന്ന് തളിപ്പറമ്പിൽ പൂവിപണി പൊടി പൊടിക്കുകയാണ്. ഇത്തവണയും വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പൂക്കളാണ്. തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് പൂക്കൾക്ക്. മഴയും പൂക്കച്ചവടത്തെ ബാധിച്ചു. തിരുവോണത്തലേന്ന് തളിപ്പറമ്പിലെ പൂവിപണിയും സജീവമായി. ഓണപ്പൂക്കളം ഒരുക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ് മലയാളികൾ. ഇത്തവണയും തളിപ്പറമ്പിലെ വിപണിയിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ പൂക്കളാണ്. കിലോമീറ്ററുകൾ താണ്ടിയെത്തിയ പൂക്കളാണ് വിപണി കീഴടക്കിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പൂക്കൃഷിയെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. അത് ഇത്തവണത്തെ പൂക്കളുടെ ലഭ്യതയിലും വിലയിലും കാര്യമായ മാറ്റമുണ്ടാക്കിയെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇതിന്റെ പ്രതിഫലനം ഓണം വിപണിയിലും പ്രകടമാണ്. പൂക്കൾക്ക് ആവശ്യക്കാരേറെയാണെങ്കിലും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് പൂക്കൾക്ക്. ചെണ്ടുമല്ലിക്കും ജമന്തിക്കുമെല്ലാം കിലോയ്ക്ക് 200 രൂപ മുതലാണ് വില. വെള്ള ജമന്തിക്ക് വില 600 മുതൽ 800 രൂപ വരെ എത്തി. ചിക്കമംഗളൂർ, ഗുണ്ടൽപേട്ട് തുടങ്ങിയിടങ്ങളിൽ നിന്നും പൂക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ ചിലവേറെയാണെന്ന് ഇവർ പറയുന്നു. ഡീസലിന്റെ വില കൂടിയതും കഴിഞ്ഞ തവണത്തെക്കാൾ ചിലവ് ഇരട്ടിയാക്കി. വിവിധ നിറത്തിലുള്ള പൂക്കൾക്കും ആവശ്യത്തിനനുസരിച്ച് വില ഉയർന്നിട്ടുണ്ട്. മഴയും കച്ചവടത്തെ ബാധിച്ചു. റോസ് ഉണ്ട്, അതുപോലെ വാട്ടർമല്ലി ഉണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്. ഇതാണ് ആദ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏറ്റവും റേറ്റ് കൊണ്ടുവരുന്ന പൂവാണ് ചെണ്ടുമല്ലിക. ഇപ്പൊ ഇതിനോട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിന് 100-140 രൂപയോളാണ് അവിടെ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതിന് പുറമെ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വണ്ടിയുടെ വാടകയാണ്. ഞങ്ങൾക്ക് ബാംഗ്ലൂരേക്ക് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 28 രൂപ കൂടിയ വണ്ടി ഇപ്പൊ ഡീസലിന്റെ ഒക്കെ പൈസ കൂടിയതുകൊണ്ട് 40,000 രൂപ 48,000 രൂപയാണ് കൊടുക്കുന്നത്. ഇന്നും ഇന്നലത്തേനേക്കാളും മോശമാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ചൊരാഴ്ച വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് ഈ പ്രാവശ്യത്തെ ഓണം വെള്ളത്തിലാ. അത്രയും സങ്കടത്തിലാ ഉള്ളത്. മഴയായ പെയ്യാൻ തുടങ്ങിയാൽ നിൽക്കുന്നേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാ ഉള്ളത്. വല്ലാത്തൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടെൻഷനിലാ ഉള്ളത്. കുറച്ചൊരു പ്രതീക്ഷ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ചൊരാഴ്ച ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഓണം നമ്മളത് വലിയ സങ്കടത്തിലാ ഉണ്ടാവുക. ഏതായാലും ഓണം കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. പൂക്കളവും സദ്യയുമെല്ലാം ഒരുക്കി തിരുവോണത്തെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് എല്ലാവരും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.